നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ കാര്യമായിട്ട് പറഞ്ഞ അവളതനുസരിക്കും. അഥവാ അവൾ അനുസരിച്ചില്ലെങ്കിൽ രാധികയ്ക്ക് കണിമംഗലത്തുള്ള ബന്ധം അതോടെ അവസാനിക്കും. ഈ പടി കയറി അവളെ സമ്മതിക്കരുത്. അതായിരിക്കണം അമ്മയുടെ തീരുമാനം. പ്രിയങ്കയുടെ ജീവിതത്തിന് വേണ്ടി രാധിക ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന്. പ്രിയങ്ക ജീവിക്കുന്നത് കണിമംഗലത്തല്ലേ, അതിന് അവൾക്ക് എന്ത് കഷ്ടപ്പാട്? ഇക്കാര്യത്തിൽ അമ്മ അവളെ ന്യായീകരിക്കണ്ട. അമ്മ ഒറ്റപ്പെട്ടു പോവുള്ളൂ. ചേച്ചി എല്ലാവർക്കും ഇഷ്ടമാണ്. ചേച്ചി എല്ലാത്തിനും കൂട്ടുപിടിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെയാണല്ലോ. അപ്പൊ ചേച്ചി പറയുന്നതും ഭഗവാൻ പറയുന്നതും ഒരുപോലെയാണെന്നാ എല്ലാരും ചിന്തിക്കുന്ന. സൂത്രത്തില് ചേച്ചി കാര്യം നടത്തിയെടുക്കാൻ ചെയ്യും. മോളെ, നീ പറയുന്ന കേട്ടിട്ട് സങ്കടം തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലല്ലോ. എന്ത് കാര്യം അല്ലാന്ന്? ഇതിപ്പോ വരുൺ വിചാരിച്ചാൽ മുടക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. രാധിക അഭിനയിക്കണ്ടെന്ന് വരുൺ തീരുമാനിച്ച വരുണിന്റെ കൂട്ടുകാരൻ പിന്നെ അവളെ സിനിമയിൽ അഭിനയിപ്പിക്കും. പക്ഷെ വിചാരിക്കണം. സത്യം പറഞ്ഞ ഇതിനിടയിൽ കൃത്യമായ കളി കളിക്കുന്നത് വരുണാ. എങ്ങനെയെങ്കിലും പ്രിയങ്കയെ ദ്രോഹിക്കണം. അതാ വരുണിന്റെ ഉദ്ദേശം. ഉർവശി, ആളി കത്തുന്ന തീയിൽ എണ്ണ ഒഴിക്കണ്ട. എണ്ണ ഒഴിക്കേണ്ട ഒരു കാര്യമില്ല മുത്തശ്ശി. ഇത് കണിമംഗലത്തിന്റെ അടിത്തളത്തിൽ തീ ഉണ്ടാക്കുന്ന കാര്യം. അമ്മ, ചേച്ചി അഭിനയിച്ചോട്ടെ, പേരെടുത്തോട്ടെ. ഞാനിവിടെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞോളാം. വരുണിപ്പോ എന്നെ തീരെ ഇഷ്ടമല്ല. പതുക്കെ പതുക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമല്ലാതാവും. അത് കഴിഞ്ഞ് ചിലപ്പോ എല്ലാവരും കൂടി എന്നെ ഇവിടുന്ന് അടിച്ചിറക്കും. മോൾ എന്താ പറയുന്നേ? അങ്ങനൊന്നും ഇവിടെ ആരും ചിന്തിക്കുന്നില്ല. ഞാനേ രാധിക മോളെ ഒന്ന് വിളിച്ചു നോക്കാം. അവളുടെ തീരുമാനം മാറ്റാൻ ഞാൻ പറഞ്ഞു നോക്കാം. അത് ശരിയാ. അമ്മ അവൾക്ക് വലിയ ബഹുമാനമാണല്ലോ. ദൈവത്തിന്റെ സ്ഥാനത്താ കാണുന്നത് എന്നൊക്കെ അവള് പറഞ്ഞിട്ടുമുണ്ട്. അമ്മ പറയുന്നത് അവൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ അവള് നല്ല പെൺകുട്ടിയാണെന്ന് നമുക്ക് കരുതാം. അല്ലെങ്കിൽ പ്രിയങ്ക പറയുന്ന പോലെ അവള് ഒരു സ്വാർത്ഥയാ. പ്രിയങ്കെ, നീ സമാധാനിക്ക്. അമ്മ കാര്യമായിട്ട് പറഞ്ഞ അവളതനുസരിക്കും. അഥവാ അവൾ അനുസരിച്ചില്ലെങ്കിൽ രാധികയ്ക്ക് കണിമംഗലത്തുള്ള ബന്ധം അതോടെ അവസാനിക്കും. ഈ പടി കയറി അവളെ സമ്മതിക്കരുത്. അതായിരിക്കണം അമ്മയുടെ തീരുമാനം. വിഷം, സീൻ നമ്പർ 18 അമ്മയും മകളും ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന ഒരു ഇൻസിഡന്റ് ഇല്ലേ, അത് നമുക്കൊന്ന് മാറ്റി എഴുതേണ്ടി വരും. ഐ മീൻ, ഒരുപാട് കാലത്ത് തിരച്ചിലിനൊടുവിൽ അമ്മ മോളെ കാണുന്ന സീനല്ലേ. സോ ഇമോഷൻസ് കുറച്ചുകൂടി ഹൈ ആക്കണം നമുക്ക്. പക്ഷെ സിറ്റുവേഷന്റെ ജെനുവിനിറ്റി നമുക്ക് നഷ്ടപ്പെടുത്താനും പാടില്ല. ഓക്കെ സാർ. സിനിമയിൽ അഭിനയിക്കാൻ അച്ഛന്റെ അനുഗ്രഹം വാങ്ങിച്ചു. വേണ്ടപ്പെട്ട ഒരാളുടെ അനുവാദം വാങ്ങിക്കാൻ താൻ മറന്നു. ഭർത്താവിന്റെ. എന്റെ താലി എഴുതിലുണ്ടല്ലോ. അതോ ഉയരങ്ങളിലെത്തിയപ്പോ അത് വലിച്ചു പൊട്ടിച്ചോ?
അത് കളയില്ലാന്ന് എനിക്കറിയാം. അതാണ് എൻ്റെ കോൺഫിഡൻസ്. അനുഗ്രഹം ചോദിക്കണ്ട. വാ. വാടോ. ഹായ് വരുൺ. ഹായ്, ഗുഡ് മോർണിംഗ്. ഹലോ, നമസ്കാരം. ഒരു കാര്യം, ഫോട്ടോസ് എടുക്കുന്നതിൽ വിരോധമൊന്നുമില്ല. ആരും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യരുത്, ഓക്കെ? പ്രിയങ്ക വന്നില്ലേ? ഓ ഇല്ല, പ്രിയങ്കയ്ക്ക് നല്ല സുഖമില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അയാളുടെ പരാതി നമ്മൾ പരിഹരിക്കുന്നുണ്ട്. വാ. ശരി. തിരുമേനി, ഇതാണ് നമ്മുടെ പുതിയ ഹീറോയിൻ രാധിക. നമസ്കാരം. എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. കണിമംഗലത്തെ. അതെ, കണിമംഗലം പരമേശ്വരന്റെ മകൻ. നന്നായി. ഇത് ഭാര്യയാണല്ലേ? അല്ല, എന്റെ അനിയത്തിയുടെ ഭർത്താവാ. ഓ, ഞാൻ തെറ്റിദ്ധരിച്ചു. വെറുതെ ടെൻഷൻ ഒന്നും വേണ്ട, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. മേഡം, മേഡത്തിന്റെ സീറ്റ് ഇവിടെയാണ്. എനിക്കെന്തിനാ പ്രത്യേകിച്ചൊരു സീറ്റ്? നിങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്, അവിടെ ഞാൻ ഇരുന്നോളാം. രാധിക, ഈ ഫീൽഡ് രാധികയ്ക്ക് പരിചയമില്ലാത്തതുകൊണ്ടാ. ആദ്യമായിട്ട് കടന്നു വരുമ്പോ ഇങ്ങനെയുള്ള വാചകങ്ങൾ സ്ഥിരം കേൾക്കുന്നതാ. 2-3 ദിവസം കഴിയുമ്പോ സൗകര്യങ്ങളുടെ പേരിൽ ഇവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ വന്നതല്ലല്ലോ സർ. ഈ സിനിമയില് ഞാൻ അഭിനയിക്കുന്നതിന് വേറെ ലക്ഷ്യങ്ങളുണ്ട്. ഞാൻ തന്നെ ആയിരിക്കും സർ അവസാനം വരെ. Then it is good. നമ്മുടെ പ്രൊഡ്യൂസർ എയർപോർട്ടിൽ നിന്ന് വന്നോണ്ടിരിക്കുക. അദ്ദേഹം വന്നിട്ട് നമുക്ക് പൂജ തുടങ്ങാം, ഓക്കെ? മോളുടെ പേരെന്താ? രാധിക. ഒരു മിനിറ്റ്. ഹലോ മോളെ. അമ്മ, ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് കരുതിയിരിക്കായിരുന്നു. പോരുന്നതിന് മുൻപ് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. സമയക്കുറവുകൊണ്ട് ഒന്നിനും പറ്റിയില്ല. അമ്മയ്ക്കിപ്പോഴും മോളുടെ ഈ തീരുമാനം വിശ്വാസം വന്നിട്ടില്ല കേട്ടോ. എന്ത് ചെയ്യണേ, അങ്ങനെ തീരുമാനിക്കേണ്ടി വന്നു. മോളെ, അമ്മ ഒരു കാര്യം പറയട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.